हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അമ്മ കൊഞ്ചം ലൈറ്റിൽ നിർത്തുക വണ്ടി. ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരട്ടെ. വന്ന ഉടനെ തന്നെ ഇന്ന് നമ്മുടെ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നവർ ആരാന്നുള്ളത് ഞാനിപ്പം പറയാം. എല്ലാവരും എത്തട്ടെ കേട്ടോ. ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ലൈവിലൊന്നും വരാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കണം. ഇന്നത്തെ അന്നദാനം ആരൊക്കെയാന്നുള്ളത് ഇപ്പം പറയാം കേട്ടോ. എല്ലാവരും എത്തട്ടെ. നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് ഇന്ന് പേജിലും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. 2 ദിവസം അത് പേജിലിടാനുണ്ട്. ഞാൻ ഇട്ട് തരാം ആരൊക്കെയാണെന്നുള്ളത്. ഇന്ന് അന്നദാനം ജയ് ഗുരുദേവ് ഹരേ കൃഷ്ണ. ഇന്നത്തെ അന്നദാനം ആരൊക്കെയാന്നുള്ളത് ഇപ്പം വായിക്കട്ടെ. നമുക്ക് കുറച്ച് നിർത്തുക. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈവനിങ് ആണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ ഈവനിങ് ഫുഡ് കൊടുത്താലും നമ്മൾ കൊടുക്കുന്നത് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ്. അമ്മു തന്നെയാണ് ചെയ്തത്. ഹലോ ഹലോ. അയ്യോ നാരായണ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. നമ്മൾ സാത്വിക് ഫുഡാണ് കൊടുക്കുന്നത്. ഉള്ളി വെളുത്തുള്ളി സവാള ഒന്നും ഇല്ലാത്ത സാത്വിക് ഫുഡ്. അപ്പം ഇന്ന് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ഞാനിപ്പോൾ പറയാം. ഇന്ന് ഭയങ്കര തിരക്കായിപ്പോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഫ്രീ ആവുമ്പോൾ ഞാൻ ഇട്ട് തരാം. ഇന്ന് രാത്രി ഇനി ക്ലാസ് കാണില്ല കേട്ടോ. ക്ഷമിക്കണം. നാളെ ക്ലാസ് എടുക്കാം. നാളെ രാവിലെ എടുക്കാം. ഇന്ന് അന്നദാനം ചെയ്തിരിക്കുന്നത് നിതിൻ സഞ്ജയ് ഉത്രട്ടാതി. 4 ഫുഡാണ് നിതിൻ സഞ്ജയുടേത്. പിന്നെ സ്മിത നായർ 5 ഫുഡ് 5 വാട്ടർ. സ്മിത മാതാജിയുടെ ഒരു വെണ്ണ സമർപ്പണമുണ്ട്, അതുകൂടെ ചെയ്യാനുണ്ട്. പിന്നെ രവി അയ്യർ 3 ഫുഡ് 3 വാട്ടർ. പിന്നെ കണ്ണൻ ചോതി അങ്കമാലി, അദ്ദേഹത്തിൻ്റെ 5 ഫുഡ് 5 വാട്ടർ. ദെൻ ആദർശ് 4 ഫുഡ് 4 വാട്ടർ. പിന്നെ സ്വാതി കെ സത്യൻ ഓടക്കാളി, അവരുടേത് 8 ഫുഡാണ്. പിന്നെ രാജേഷ് അനീഴം കുവൈത്ത്, അവരുടേത് 14 ഫുഡ് ഉണ്ട്. രാജേഷ് അനീഴത്തിൻ്റെ 14 ഫുഡ് 14 വാട്ടർ. ദെൻ ഗോപിനാഥൻ്റെ എന്താ പറയുക 7 ഫുഡ് 7 വാട്ടർ ഗോപിനാഥൻ്റെ. പിന്നെ പ്രീത ആലുവയുടെ 2 ഫുഡ് ഉണ്ട്. പിന്നെ ജയ കാലടിയുടെ വാട്ടറാണ് കേട്ടോ. ഏകദേശം 15-20 വാട്ടറുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മാതാജി മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഞാനത് എഴുതിയെടുത്തിട്ടില്ല. ഞാനത് പേജിലിട്ടേക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു മാതാജി തന്നു. അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവിൽ കഴിഞ്ഞ ദിവസം. അപ്പം ഞാനത് ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. ആ മാതാജിയാണ് ട്രാൻസ്പോർട്ടേഷൻ. രജനിയാണെന്ന് തോന്നുന്നുണ്ട്, പേര് വിട്ടുപോയി, ക്ഷമിക്കണം. രജനിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. അങ്ങനെ നമ്മളിന്ന് കൊടുക്കുന്നത് 52 ഫുഡ് 56 വാട്ടറാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഒന്നുകൂടി വായിക്കണോ? നിതിൻ സഞ്ജയ് ഉത്രട്ടാതി 4 ഫുഡ്. സ്മിത നായർ 5 ഫുഡ് 5 വാട്ടർ. ദെൻ രവി അയ്യർ 3 ഫുഡ് 3 വാട്ടർ. ദെൻ കണ്ണൻ ചോതി അങ്കമാലി 5 ഫുഡ് 5 വാട്ടർ. ആദർശ് 4 ഫുഡ് 4 വാട്ടർ. സ്വാതി കെ സത്യൻ ഓടക്കാളി 8 ഫുഡ്. ദെൻ രാജേഷ് അനീഴം കുവൈത്ത് 14 ഫുഡ് 14 വാട്ടർ. ഗോപിനാഥൻ 7 ഫുഡ് 7 വാട്ടർ. പിന്നെ പ്രീത ആലുവ 2 ഫുഡ്. ജയ കാലടി, ജയാമ്മയുടെ വക വെള്ളം. ഓക്കെ. ഇത്രയാണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് രജനി മാതാജി ആണെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാമോ? രജനി മാതാജി ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വടപ്പള്ളിക്കുളം. ഞാൻ പറയാം ആരാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന്. ഓ ഇന്ന് ക്ലാസ് ഇല്ല മാതാജി, ഞാൻ നല്ല ടയർഡാണ് മാതാജി. അങ്ങനെ ഓടി വന്നു ലൊക്കേഷനിൽ ഓടി വന്ന് ഫുഡും കൊണ്ട് ഇറങ്ങിയതാണ്. ഇനി ഞാൻ അന്നദാനം കൊടുത്തു കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. ഇല്ലെങ്കിൽ അവിടുത്തെ മാസ്റ്ററിൻ്റെ വക വേറെ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങോട്ട്
ഇല്ല കേട്ടോ, ക്ലാസ് നാളെ എടുക്കാം. കുഴപ്പമില്ലല്ലോ, നാളെ എന്തായാലും ക്ലാസ് എടുക്കാം. സത്യമായിട്ട് നാളെ ക്ലാസ് എടുക്കും രാവിലെ, മറക്കില്ല. ഞാൻ അങ്ങനെ ഷൂട്ടും കഴിഞ്ഞിട്ട് ഓടി വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത്. വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ ഓടി ഇറങ്ങിയതാണ് മാതാജി. ഡ്രസ്സ് പോലും മാറിയില്ല, ഓടി വന്നിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇല്ലെങ്കിൽ ലേറ്റാവും. വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നല്ല തിരക്കാണ് കണ്ടോ, നല്ല ബ്ലോക്കിൽ പെട്ടു നമ്മൾ. സമ്മർ ട്രാഫിക് ബാക്കിലൊക്കെ കണ്ടോ, നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം നല്ല ബ്ലോക്കാണ്. എല്ലാവരും ഇന്ന് പഴയ ക്ലാസ്സുകളൊക്കെ കേട്ട് പ്രീതി മാതാജി കുഴപ്പമില്ല അല്ല, താങ്ക് യു സോ മച്ച് പ്രീതി മാതാജി. ശ്രദ്ധിക്കൂ കേട്ടോ കണ്ണ്. ഞാൻ തന്നെ ഇപ്പം ഫുൾ ടൈം ഇപ്പം ക്ലാസ്സിലായി. കാരണം ഒന്ന് പുറത്ത് നല്ല പൊടിയാണ്, ഈ പൊടിയിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നല്ല പൊടിയാണ്. പിന്നെ ഫുൾ ടൈം മൊബൈൽ മൊബൈൽ മൊബൈൽ, ഇതന്നെ അവസ്ഥ. ആ ഹരേ കൃഷ്ണ സന്തോഷ് ചേട്ടാ. ആ ഇത് ഞാൻ കുറേ നാളായി മാതാജി വാങ്ങിച്ചിട്ട് ഈ ഷർട്ട്. ഇതിൻ്റെ മെറൂണൊക്കെ ഉണ്ട്. ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ എടുത്തിട്ടതാ, അതന്നെ ഇട്ടിട്ട് തിരിച്ചും വന്നു. ഇനി മാറി ചുരിദാർ തപ്പിയെടുത്ത് ഇടുമ്പോഴേക്കും ഒരു നേരമാവും. അതിലും ഭേദം അതിൽ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി. ഇപ്പം കൊടുക്കാം കേട്ടോ. ഇന്ന് ആരാ നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് നോക്കട്ടെ. ഇത് അങ്ങ് ഇരിക്കാറ്. അവിടെ കുറച്ച് പേരുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാം. ആദ്യം അവർക്ക് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഹായ് അമ്മ. ഹലോ. இன்னைக்கு உங்களுக்கு ஸ்பெஷல் ஸ்பெஷல் அதெல்லாம் ஸ்பெஷல். நீங்க பாருங்க, 5 பேரு. ஓகேங்க. ஐயோ பார்த்து. ஓகே தேங்க்யூ பாய். தேங்க்யூ பாய். வருவாங்க. പിന്നെ ബൈ ബൈ. ക്രിസ്മസ് വരാൻ പോവല്ലേ? ക്രിസ്മസ് ഞാൻ ലൊക്കേഷൻ നോക്കി വരിക മാതാജി. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല മാതാജി, അങ്ങനെ ഓടിപ്പിടിച്ച് വരിക. ഇനി ഡ്രസ്സ് മാറാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു സമയമാവും. അപ്പോഴേക്ക് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മ എന്നെ കൊല്ലും. ഇന്ന് അന്നദാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ടെൻഷനായിരുന്നു. ഇനി ഉച്ചയ്ക്ക് വന്ന് സമയത്ത് എത്തിയിട്ടില്ല എന്നാണെങ്കിൽ അന്നദാനം വേസ്റ്റ് ആയി പോവില്ലേ, ഒരു ടെൻഷൻ. എങ്ങനെയോ ഓടി. പാവം കാത്തിരിക്കായിരുന്നു കേട്ടോ അവരെ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ചിലപ്പോൾ ഷൂട്ട് നൈറ്റ് ആയിരിക്കും. ബാക്കപ്പ് പറയാൻ 10 മണി 11 മണി ചിലപ്പം 2 മണിയൊക്കെ ആകുമ്പോഴേ ഭയങ്കര ടെൻഷൻ. ഇങ്ങനെ നെഞ്ചിടിക്കരുത് ഭഗവാനെ, എൻ്റെത് വേഗം കഴിയണേ കഴിയണേ കഴിയണേ. അങ്ങനെ എങ്ങനെയോ ഒരു കഴിയാറായില്ല. സമാധാനം. അത് കേട്ടപ്പോഴാണ് ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ ഓടി വന്നതാണ്. കൈയും കാലും ടോപ്പും തപ്പി വരുമ്പോഴേക്കും ഒരു നേരമാവും. നോക്കട്ടെ ആരാ ഉള്ളത് കേട്ടോ.
തങ്കമണി അമ്മ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. മഞ്ജരീസിന്റെ കുടുംബത്തിലേക്ക് എവിടെയായിരുന്നു? ഏറെയായി തങ്കമണി അമ്മയെ കണ്ടിട്ട്. അതെ, പാവങ്ങൾ വിശന്നിരിക്കായിരുന്നു. എനിക്ക് അതും ഒരു ടെൻഷൻ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നു, പക്ഷെ എനിക്ക് 20 മിനിറ്റ് സമയമുള്ളൂ. കിച്ചൂട്ടന് ഉണ്ണാൻ കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. 20 മിനിറ്റ് കൊണ്ട് ഞാൻ കിച്ചൂട്ടൻ കൊടുക്കും, ഞാൻ കഴിക്കും, അന്നദാനം കൊടുക്കും. വടപ്പള്ളി. നാളെ മുതൽ ഞാൻ ഹെഡ്സെറ്റ് വെക്കാം. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നു ദിവ്യ, ഉണ്ണാൻ വന്നിരുന്നു ഉച്ചയ്ക്ക് ഞാൻ വീട്ടില്. അപ്പൊ 20 മിനിറ്റേ ഉണ്ടായുള്ളൂ ടൈം, ലഞ്ച് ബ്രേക്ക്. അയ്യോ, കുറേ ചോറ് കഴിക്കരുത്. ഒരുപാട് ചോറ് കഴിച്ചാലേ ഫൈബ്രോയിഡ്, ഒരുപാട് ചോറ് കഴിച്ചാല് ഫാറ്റാണ് ചോറ്. ഒരുപാട് ഫാറ്റാവും, വണ്ണം വെക്കും. ഞാൻ ആഴ്ചയിൽ 3 ദിവസമേ ചോറ് കഴിക്കും. ചോറ് അധികം കഴിക്കരുത്. ഗോതമ്പ്, ചോളം, കുക്കുംബർ, ധാന്യങ്ങള് അതൊക്കെ കഴിക്കും. ഓക്കെ. ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. മഞ്ചരീസിൽ ഗീത ഉണ്ടെന്നോ? ആടാ, ഗീത ഇല്ലാതെ മഞ്ചരീസ് ഉണ്ടോ? തടി കുറയ്ക്കുക, വെയിറ്റ് കൂടരുത്. വിശക്കുമ്പം കുക്കുംബർ കഴിക്കാം, ചോളം മേടിച്ച് വെച്ച് കഴിക്കാം, കപ്പ കഴിക്കാം, ധാന്യങ്ങൾ കഴിക്കാം. കൊളസ്ട്രോളാണ്, ഫാറ്റാണ് ചോറൊക്കെ. ചോറൊക്കെ കുറയ്ക്കൂ. ഓക്കെ. ഭയങ്കര ട്രാഫിക് ഇടേ. നല്ല വിശേഷം തങ്കമണി അമ്മ. ഞാൻ എന്നും ആലോചിക്കും ഈ അമ്മമാരൊക്കെ എവിടെ പോയെന്ന്. ഒരുപാട് സന്തോഷം അമ്മയെ കണ്ടത്. എന്നും വായോട്ടോ മഞ്ജരീസിലേക്ക്. ഇങ്ങനെ വല്ലപ്പോഴും വന്ന് ഒരു ഹരേ കൃഷ്ണ ഇട്ടാൽ തന്നെ സന്തോഷം. മഴയില്ല ബിന്ദു മാതാജി. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലൊക്കെ മഴയാണ്, ഇവിടെ ഇല്ല, ചെന്നൈയിലില്ല. അയ്യോ സ്വാമി, ഞാൻ മ്യൂട്ട് ചെയ്തതാണ്, അതാ കേൾക്കാത്തത്. ഇപ്പൊ കാറ്റ് കഴിയും, നമ്മളിപ്പോ വടവളനി എത്തും. ഓക്കെ.
ചിക്കിതോ നോക്കിയില്ല അനന്തു, വാട്സപ്പിൽ ഇട്ട് വെച്ചോ, ഞാൻ നോക്കാം കേട്ടോ. ഞാൻ 2 ദിവസം കൊണ്ടല്ല എപ്പോഴും ജിമ്മ് പോകുന്നതാ. എന്റെ സുജു എവിടേക്കാന്നോ? ഞാൻ കല്യാണത്തിന് പോകുന്നു. പോ സുജു, അന്നദാനത്തിന്റെ സമയല്ലേ. ആ സ്മിത മാതാജി, താങ്ക് യു സോ മച്ച്. സ്മിത മാതാജിയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു അന്നദാനം ഇന്നുണ്ടല്ലോ, ഞാൻ വായിച്ചതില്. സ്മിത മാതാജിയുടെ ഒരു അന്നദാനം ഉണ്ട് ഇന്ന് വായിച്ചതില്. நேற்று அன்னதானம் கொடுக்கலாமோ? இல்லை, ഡബ്ബിങ് ഇരുന്നല്ല. ഇല്ല, ഇന്നലെ അന്നദാനം കൊടുത്തില്ല. ഇന്നലെ എനിക്ക് ഡബ്ബിങ് ഉണ്ടായിരുന്നു. സ്മിത മാതാജിയുടെ ഒരു വെണ്ണ പെൻഡിങ് ഉണ്ട്. ഞാൻ ഇന്ന് ഡയറി എടുത്തപ്പോൾ കണ്ടു. ഞാനത് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. 380 രൂപ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അയച്ചത് ഓർക്കുന്നുണ്ടാ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പെൻഡിങ് ഉണ്ട്. പണിയെടുക്കാനാണോ കുറവ് ഉഷാമാതാജി? ആവശ്യത്തിലേറെ പണിയുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. പറയട്ടെ? മഞ്ചരീസില് നിങ്ങൾക്ക് കല്യാണ മണ്ഡപം റെഡി ആയിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടി മാത്രമല്ല, കല്യാണ മണ്ഡപം നിങ്ങൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ സപ്തതി, നവതി, ഷഷ്ടിപൂർത്തി, ചോറൂണ് എന്തും നടത്താൻ ഏറ്റവും കുറഞ്ഞ റേറ്റ് മുതൽ മഞ്ചരീസിൽ കല്യാണ മണ്ഡപമുണ്ട്. അതുപോലെ സദ്യ, എല്ലാം ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. മാത്രമല്ല, നിങ്ങൾക്കിനി ഗുരുവായൂർ വരുമ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നാണെങ്കിൽ സെൽഫ് ഡ്രൈവൺ കാർസും നമ്മളെ കയ്യിലുണ്ട്. നിങ്ങളിനി നാലമ്പല ദർശനമൊക്കെ ചെയ്യുകയാണെങ്കിലേ ദിവ്യയ്ക്ക് കല്യാണം കഴിക്കേണ്ടെന്നു. ഒന്ന് കഴിച്ച് മതിയായല്ലേ? എല്ലാവരുടെ അവസ്ഥ അതന്നെയാണ്. അപ്പൊ ഇനി കെട്ടണ്ട, ഇനി അത് മതി, അത്ര കെട്ടിയാൽ മതി. അപ്പം ദിവ്യയുടെ മക്കൾക്ക് കെട്ടണ്ടേ? അപ്പൊ വരൂലേ? അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ആ, പോകാം പോകാം. നിങ്ങളുടെ അടുത്തുള്ളവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയാട്ടോ. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ മഞ്ചരീസിൽ അവൈലബിൾ ആണ്. ഹാള്, റൂംസ്, അതുപോലെ കല്യാണ മണ്ഡപം, പിന്നെ വേറെ എന്താ പറയുക, മഞ്ചരീസ്
മഞ്ജരീസ് കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ മഞ്ജരീസ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇത് കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറേ പേരുടെ ആവശ്യമാണ് കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ വഴിയുണ്ടോ, കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ വഴിയുണ്ടോ എന്ന്. കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യണമെങ്കിൽ മഞ്ജരീസിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, ബുക്ക് ചെയ്ത് തരും. ഹാപ്പി? പിന്നെ ഇങ്ങോട്ട് വാ, ഡിസ്കൗണ്ട് ഇപ്പം തരാം. ഞാൻ തന്നെ ഈ ആൾക്കാരോട് ഇരന്നിരന്ന് ഞങ്ങൾക്ക് മഞ്ജരീസിന് ഇങ്ങനത്തെ സൗകര്യം തരുമോ, ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുക്കുന്ന പൈസേനേക്കാളും കുറച്ച് പിടിച്ചതാണ്. പിന്നെ ഗുരുവായൂർ വരുമ്പോൾ നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ എന്ത് കൃഷ്ണനാട്ടത്തിനാ? കൃഷ്ണനാട്ടം ദേവസ്വം ബോർഡിൻ്റെ അല്ലേ, 3000 തന്നെയാണ് അതിൻ്റെ എമൗണ്ട്. അത് തന്നെ നമ്മൾ അടച്ചാൽ മതി. നമുക്ക് അവിടെ ആൾക്കാരുണ്ട്, അവർ നമുക്ക് ബുക്ക് ചെയ്ത് തരും. ഓക്കെ, കാരണം കുറേ പേര് കൃഷ്ണനാട്ടം വഴിപാട് നടത്താൻ ബുദ്ധിമുട്ടിയിട്ട് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ ഒരു പ്രതിനിധി ഗുരുവായൂരുണ്ട്, അവരെ വിളിച്ചാൽ അവരത് നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ ബുക്ക് ചെയ്ത് തരും. പിന്നെന്ന് പറയുമ്പം അത് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ്, ഗ്രൂപ്പിലില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം. പിന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ വരുമ്പം വണ്ടി വേണമെങ്കിൽ, കാറ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സെൽഫ് ഡ്രൈവൺ കാർസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടാക്സി വിളിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ചോറ്റാനിക്കര, തൃപ്രയാറ്, ഗുരുവായൂരിന്ന് കൊടുങ്ങല്ലൂരും ഒക്കെ പോകണമെങ്കിൽ കാറ് പറഞ്ഞാൽ മതി, കാറും റെഡിയാണ്. ഹാപ്പി? സുജു അതിന് പറഞ്ഞത് ഞാൻ എങ്ങനെയാ കേൾക്കുക? സുജു ടൈപ്പ് ചെയ്തല്ലേ ഇട്ടത്. வேல்முருகனுக்கு ஹரோஹரா, ஸ்கந்தனுக்கு ஹரோஹரா. ஏன் நீ சொல்லவே இல்லை? நான் கோவிலுக்கு போகிறேன். எந்த கோயிலுக்கு? உள்ள போறீங்களா? ஏன் இவ்வளோ தூரம் வந்துட்டு? அப்போ நான் ஆஹா ஜீன்ஸ் போட்டு வரமாட்டேன். ஜீன்ஸ் போட்டு கோயில் போகிறது நல்லது இல்லை. ஒரு 2 நிமிஷம் நான் போயிட்டு வரேன். அது பத்தாது. ഞാൻ പ്രസാദം എടുത്തിട്ട് തറയേ. வேண்டாம், நான் போகலன்னா நீயும் போக வேண்டாம். உள்ள விட மாட்டாளா? விட மாட்டா. போலாம். முருகன் கோவில். வேல் முருகன். உங்களுக்கு கொடுக்குறீங்களா? ஆமா கொடுக்கலாம். அப்பா ஃபுட்டு வாங்கிக்கோங்க. തിരുപ്പതി ബാലാജി. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം തിരുപ്പതിക്കുള്ള ടോക്കൺ ബുക്ക് ചെയ്യലാം. ഹരോഹര. വാങ്ങ വാങ്ങ பாட்டி வாங்க. எங்க உங்க கூட இருக்கனவங்க எல்லாம்? பாட்டி அவங்கள கொஞ்சம் கூப்பிடுங்களேன், அவங்களுக்கு கொஞ்சம் வாங்கி கொடுங்க. அவங்களாலே கொடுக்கறேன் அவங்களுக்கு கொடுங்க. இருங்க, അവിടെ ഒരു അമ്മയുണ്ട്, പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഡ്രസ്സ് ഭയങ്കര മെസ്സി ആയിരിക്കും. அந்த அம்மா கொடுங்க. ரொம்ப சந்தோஷமா சாப்பிடுங்க அம்மா. இது பாவமானவங்களுக்கு கொடுக்கறது அம்மா. பாட்டி இதோ கொடுக்குறேன் அம்மா. அவங்கள கூப்பிடுங்க கொஞ்சம். ஓ அங்க இருக்காரா? எத்தனை பேர் இருக்கு? 2 பேரா? வாங்கிக்கோங்க. இதோ அங்கே இருக்காங்க 2 பேர். അമ്പലം കണ്ടോ?
போறேங்க போறேங்க. குளத்தாண்ட நிறைய பேர் இருக்கும். பாட்டி ஃபுட்டு வாங்கிக்கோங்க. தண்ணி 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 வாங்கிக்கோ. இல்ல இல்ல ஒண்ணு நான் கோயிலுக்கு அனுப்ப மாட்டேன். நான் போக இல்ல. என்னங்க ஏங்க? ஆமா. என்ன அமைப்புன்னா புரியல. ஆமாங்க. இல்ல 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 நாங்க ட்ரஸ்ட் குருவாயூர் மஞ்சரிஸ். ஏங்க அப்படியா? சரி ஓகேங்க. குருவாயூர் மஞ்சரிஸ். ஆமா ஆமா. அதான் அதான். ஓ அப்படியா? ஓ அது கொடுத்தவங்களுக்கு பார்க்கணும்ல எங்க கொடுக்குறேன்னு சொல்லிட்டு. அந்த மாதிரி ஃபுட் டிஸ்ட்ரிபியூஷன் தானே நிறைய ஏமாத்திட்டு இருக்கீங்க. ஓ அப்படியா? எந்த பேஜ்? ஓ சரி 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 ஓகேங்க. கொடுக்கறத வீடியோ எடுக்கறாங்கன்னா அது என்னத்துக்கு? அம்மா தண்ணி இருக்கா? ஓ சரி சரி ஓகேங்க. தண்ணி கொடுங்க. தினமும் கொடுத்துட்டு இருக்காங்க. 51. ம் ஆமா ஆமா. இது அது நான் பர்சனல் கிடையாது. ஆனா இது ட்ரஸ்ட். ட்ரஸ்ட். சரிங்க. இந்த ஒரு 3 மில்லியன் அப்படியா? ஓ 3 மில்லியன்ஸ் இருக்கா? எந்த பேஜ்? பேஜ் என் பேர்லயே நம்ம வந்து கான்ட்ரிபியூஷன் தான் போடுவோம். இதெல்லாம் போடுவோம். ஓகே 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 ஓகே. தினம் அன்னதானம் இருக்கா? அன்னதானம்லாம் இல்லம்மா, மேட்டர் எடுத்து போடுவேன் நான். ஓகே 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 ஓகே. இன்ஸ்டால் இருக்கா? இன்ஸ்டால போட்டாலே போதும். 3.3 மில்லியன் வியூஸ். ஓகே 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 ஓகே. தேவராஜ் தான். தேவராஜ். நான் ஃபாலோ பண்ணிக்கிறேன். எதனால கான்ட்ரிபியூஷன் தான் போடுவேன். நான் நல்லது போட மாட்டேன். கான்ட்ரிபியூஷன் தான் போடுவேன். என்னன்னா இந்த மாதிரி வீடியோ சாப்பாடு கொடுக்குறாங்க, அந்த மாதிரி அது ஊரு ஃபுல்லா வீடியோ எடுத்து காட்டுறாங்கன்னு சொல்லி போடுவோம். அப்பதான் எனக்கு இதாகும். கண்டிப்பா கேட்டேன் நான். நம்மளை போல ஃபுட்டு நாங்கள் ஃபுட்டு மட்டும் இல்லை, ட்ரெஸ்ஸு எல்லாமே கொடுத்துட்டு இருக்காங்க. மழை காலத்தில் ஆமாம், மழை காலத்தில் கூட இப்போ நம்ம 600 மெம்பர்ஸ்க்கு கொடுத்தேன் இந்த ஃப்ளட்டில். லாரன்ஸ் கூடயா? ஆர்டிஸ்ட் லாரன்ஸ் கூடயா? ஓ அவங்க கூட ஒரு மினிட். நான் ஒரு விளம்பரம் கூட கொடுத்தது. இப்போ நீங்கள் கூட சொல்லுங்கள், 18 வயசுக்கு எத்தனை பேர் ஆர்ட் ஆஃபீஸர் ஃப்ரீயாக பண்ணுறேன். அப்படி அப்போ லாரன்ஸ் சார் எங்கே இருக்கீங்க? லாரன்ஸ் சொல்லிமேட்டில் இதில் தான் இருக்குது, ஈஸியாக இருக்குது. ஓ அப்படியா? என்னோட பேஜில் பார்த்தோன்னா உங்களுக்கு தெரியும், லாரன்ஸ் கூட இருக்கிறது எல்லாமே இருக்குது. அந்த பேஜ் எனக்கு வாட்ஸ்அப் பண்ணுறேங்க. ലാസ്റ്റ് ആയിട്ട് ഞാൻ പൊണ്ണ് ബർത്ത്ഡേ വിഷ് பண்ணிருந்தாரு. നമ്മളെ പോലെ ഫുഡ് കൊടുക്കുന്ന ഒരു ചേട്ടനാണ് അദ്ദേഹം. തനിയെ തന്നെ പണിയിരിക്കുവീங்க, തനിയെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണ് തനിയെ ഇൻഡിവിജ്വൽ ആയിട്ട് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം எல்லாமே ஃபுட் மட்டும் நான் திருப்பி சொல்லுவேன், ஃபுட் மட்டும் ஏன் கொடுக்குறீங்கன்னு கேட்பேன். வேணா உங்களுக்கு நீங்க மட்டும் கொடுக்கலீங்க, அவங்க போய் வச்சுப்பாங்க. ஓ ஒரு சோப்பு கொடுக்கலாம், சோப்பு இல்லை யூஸ் பண்ணுவாங்க, கல்ல கண்டிப்பாக குளிப்பாங்க. பிரஷ் பேஸ்ட் கொடுக்கலாம், தேங்காய் எண்ணெய் கொடுக்கலாம். ஓகே ஓகே. இது மாதிரி நிறைய இருக்கு, அதை தான் நான் சொல்லி தருவேன். இந்த சாப்பாடை வாங்கி வரும் நம்ம வீட்டில் வாங்கி அப்படியே வாங்கி போய் வச்சுருவோம். ஓகே ஓகே. வரிசையாக கிடக்கும் எல்லா ட்ரிங்கர்ஸ். கொடுக்குற காசு ஒரு 10 பைசாவது பிரோஜனம் இருக்குன்னு நினைக்கிறேன். ஆமாம் ஆமாம். ஆனால் எனக்கு அது வாட்ஸ்அப் அனுப்புங்க, நான் வாட்ஸ்அப் நம்பர் கொடுக்குறேன். என் பர்த்டேக்கு இப்போ யூஸ் பண்ணாரு. ഓ ഇത് ലോറൻസിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. അയ്യോ ലോറൻസിൻ്റെ ഫ്രണ്ടാണ്, ആർട്ടിസ്റ്റ് ലോറൻസ് അല്ലേ മോളുടെ ബർത്ത്ഡേ. லாரன்ஸ் யாராக இருந்தாலும் சரி. அண்ணா எனக்கு அது உங்கள் பேஜ் மட்டும் கொஞ்சம் வாட்ஸ்அப் அனுப்புங்க அண்ணா, நம்பர் கொடுக்குறேன். அது மாதிரி இங்கே கொடுக்கறது பிரச்சனை கிடையாது, அது கரெக்டான ஆள் கொடுக்குறாங்க. ஆமாம் கரெக்ட் கரெக்ட். கொடுக்கலாம் நைட்டு ஒரு 9 மணிக்கு மேலே கூட்டுறாங்க. ஏன்னா வீட்டில் கஷ்டப்பட்டு வராங்க, கூட்டுறது அவங்களுக்கு கொடுக்கலாம். இன்னும் பார்த்தீங்கன்னா இந்த தொழிற்சாலையை விட்டு வெளியில் வருவாங்க, உண்மையிலே காலையில் 50 ரூபாய் கஷ்டப்பட்டு வேலை பார்த்துட்டு வராங்க, அவங்களுக்கு கொடுக்கலாம். இவங்கெல்லாம் கொழுத்தவர்கள், ஃபினான்சியர்ஸ்.
இங்கே இருக்க பெக்கர்ஸ் ஆர் ஃபினான்ஷியர், அவர் ஃபேமிலிஸ் ஆர் வெல் செட்டில்டு. ஒன்லி குடிக்கிறதுக்கு தான் அவங்களுக்கு பணம் தேவை. இதெல்லாம் அவங்களுக்கு ஒரு பொருட்டே இல்லை. இதை வந்து ஒரு 10 பேர் கொடுத்தோம்னா ஒருத்தர் வந்து இது உங்கள் நம்பரா? ஆமாம் ஆமாம், எனக்கு வாட்ஸ்அப் மட்டும்தான் இதில். நான் உங்களுக்கு காண்டாக்ட் நம்பர் ஆமாம் வாட்ஸ்அப்பில் அனுப்புங்க. எனக்கு அமௌண்ட் போட்டுக்கோங்க. நான் என்ன சொல்கிறேன்னா அந்த 50 பேருமே 51 இல்லை 51 பீப்புளுமே பெக்கர்ஸ் இல்லாமல் ரன்னிங் பீப்புள்ஸ் இருப்பாங்களா, வயசானவங்க நடக்கிறாங்களா, அவங்களுக்கு கொடுத்தீங்கன்னா ரொம்ப நல்லது. எங்கே கிடைக்கும்? ரன்னிங்ஸ் நம்ம தான் உதவுறது தேடி உதவுறது ரொம்ப நல்லது. பாத்திர மருந்து பிச்சை இருந்தான் தமிழில். விச் பர்சன் வாண்டடோ தட் பர்சன் நீ போய் தேடி போய் கொடுக்கணும். அவங்க உட்காந்துருக்காங்கன்னா அது நம்ம ஈஸியாக போயிடுதுல, அது ஒன்றும் கஷ்டம். கண்டிப்பாக குடிச்சது மட்டும் 1 ரூபாய்க்கு டீ தருதுன்னா நீங்கள் என்ன பண்ணுறது? 1 ரூபாய்க்கு டீ தருது காலையில் 10 ரூபா எல்லாம் இருக்கும். அதை தாண்டி ஒன்று தேவைப்பட்டுட்டே இருக்கு. நான் சுற்றி இங்கே வந்துட்டே இருப்பேன். போலீஸ் எல்லாருக்குமே எனக்கு தெரியும். நான் வாட்ச் பண்ணிட்டே இருக்கேன். ஸ்மக்லிங் பண்ணுறாங்க, எல்லாமே கிடைக்கும். ட்ரக்ஸ் பண்ணுறாங்க, இங்கே உட்காந்து ஸ்மக்லிங் பண்ணுறாங்க கோயில் முன்னாடி. அவங்களுக்கு பிஸ்னஸ்ஸு. அவங்க பேர் R15 வந்து விட்டு போகிறாங்க. இந்த பாட்டிலாம் இருக்காங்க இல்லை, அவங்க பையன் R15 வந்து விட்டுட்டு போகிறான். அவங்க பேரன் இன்னொரு கொடுமை. இன்னொருத்தங்க இருக்காங்க லெஃப்டில் இருக்கான், அது ஃபினான்ஷியல் பூக்கடைக்கு. நம்ம நினச்சிட்டு இருக்கோம் கஷ்டப்படுறவங்க என்னை போல கண்டிப்பாக கஷ்டப்படுறவங்க நல்லா உங்களை போல இருக்கவங்க ஒரு வாரத்துக்கு பொண்ணு பேரன்கள் கொடுத்துட்டு அவங்க எனக்கு என்ன குடும்பம்னா அந்த குடும்பம் இல்லை, அந்த பேரன்கள் இல்லை, அவங்க ட்ரக் அடிக்டாக இருக்கு. இது காசை பண்ணிட்டு போய் அவங்க குடிச்சிட்டு வர்றது காசை R15 வாங்கி கொடுத்துருக்குன்னா பார்த்துங்க. நான் பார்த்தேன் இந்த பூக்கடையில் யாருக்காவது ஒரு பூக்கடைக்காக ஒரு வயசானவங்களுக்கு பூக்கடை வாங்கி அது மாதிரி சாப்பாடு கொடுக்குறது பிரோஜனம்லாம் அதெல்லாம் அந்த காலம். இன்னைக்கு தமிழ்நாட்டை பொறுத்த வரைக்கும் சாப்பாட்டுக்கு யாருமே கஷ்டப்படல. உண்மையிலே கஷ்டப்படுறோம் யாருன்னா எங்கேயாவது வேலை பார்த்துட்டு இருப்பாங்க. நைட்டு கொடுக்குறது ஒரு 51 பேர் தான். ஒரு பெரிய கஷ்டமே இல்லை. நைட்டு நீங்கள் இப்போ எடுக்காதீங்க வண்டியை, ஒரு 10 மணிக்கு எடுங்க. டிராஃபிக் கம்மி, பசியில் இருப்பாங்க. அதுதான் கரெக்டாக. இது வந்து சும்மா வாங்குற டைம். நான் வேணா இப்போ நான் இன்னொரு 500 பேர் சாப்பிட போட கூட வச்சு நிற்கிங்க. அதே வாங்கிட்டு போய் அங்கே வச்சுட்டு அங்கே உட்காந்துருப்பாங்க. நாங்கள் அதுக்கு நாளையில நைட்டு கொடுக்கலாம். 10 மணி உங்களுக்கு டிராஃபிக் கம்மி. ஆமாம், தண்ணி பாட்டில் எல்லாம் வேஸ்ட். அதுக்கு கரெக்டாக செய்யுங்க. செய்கிறத நம்ம செய்கிறத முறையாக செஞ்சோம்னா இன்கம் கண்டிப்பாக. இப்போ நீங்கள் வந்து எனக்கு ஆர்ட் ஆப்ரேஷன் பண்ணுங்க அப்படி சொல்லுங்கள், இப்படி பண்ணுறாங்க. 1 ரூபா தேவையில்லாமல் உண்மையிலே ஒரு பொண்ணு படிக்க வைக்கணும்னு சொல்லுங்கள், இப்படி பண்ணுறாங்க. எல்லாமே காசு கொடுக்குறது ஆள் இருக்காங்க. ரைட் சூஸ் த ரைட் பர்சன் சொல்லுங்கள். கண்டிப்பாக டைம் வேஸ்ட்டு எல்லாம் கஷ்டப்பட்டு நீங்கள் கொடுத்து ஒரு புண்ணியமாக போகணுங்க. அதுதான் சொல்கிறேன். ஃபுட் வாங்கி நான் நாளையிலேருந்து நைட்டு ஒரு 10 மணிக்கு 10 மணிக்கு சாப்பிடுங்க. கரெக்டாக கொடுங்க. எனக்கு வாட்ஸ்அப் அனுப்புங்கண்ணா. பேர் என் பேர் தேவா. தேவா. ஓகே ஓகே, நல்ல ஒரு காண்டாக்ட். ரொம்ப சந்தோஷங்க. கரெக்டாக பண்ண நான் எல்லாருக்குமே தான் சொல்லுவேன். பண்ணுறத கரெக்ட் பீப்புள், ரைட் பீப்புள் தான். இங்கே வேஸ்ட். ஆனால் இங்கே வந்தால் என்ன ஆகும்னா வியாபாரம் சீக்கிரம் ஆகிடும். ஆமாம், கரெக்ட். அது வேஸ்ட்டு. ஆமாம், இங்கே கரெக்ட் பின்னாடி இருக்கும். பின்னாடி கிடக்கும், அப்படியே கிடக்கும். சாப்பிட மாட்டாங்க. எனக்கு நல்லா தெரியும். ஏன் கோயிலை விட நீங்கள் சாப்பாடு கொடுத்துருப்பீங்க. கோயிலில் அவ்வளோ சூப்பர் சாப்பாடு இருக்குது. நெய் போட்ட பொங்கல் தரோம், ஃப்ரீயாகவே தரோம். அதே சாப்பிட மாட்டாங்க. மதியான சாப்பாடு ஃப்ரீ சாப்பாடு இருக்குது, அது சாப்பிட மாட்டாங்க. அவங்களுக்கு தேவை சம்பாதி. சும்மா அந்த சாப்பாடை வாங்கிட்டு வேகமாக ஆர்வமாக வாங்க. இப்போ நீங்கள் இறங்கி இன்னொரு 100 பேர் சாப்பாடு தரலாம், அதே பேர் வரிசையில் வருவாங்க. சரி பாருங்க. ஓகேண்ணா, வரேன். கோயிலுக்கு வந்தீங்கன்னா வாங்க. சரி, கண்டிப்பாக. நம்ம வாட்ஸ்அப் அனுப்புங்க, நாளைக்கு வரேன் கோயிலுக்கு. பாய்ண்ணா. ഓക്കെ, താങ്ക് യു. നമ്മളെ പോലെ ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾ പറയാണ് രാത്രി ഒരു 10 മണിക്ക് നിങ്ങൾ ഫുഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും. മീൻസ് ഒത്തിരി ആൾക്കാരുണ്ടാവും. അന്നേരം ഇവിടെ എന്നെ എല്ലാവർക്കും അറിയാം, പോലീസിനും എല്ലാവർക്കും അറിയാം ഈ ഏരിയയിൽ. നിങ്ങൾ ട്രസ്റ്റ് ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവായൂർ മഞ്ചേരീസ് ട്രസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ലോറൻസിൻ്റെ കൂടെ ഉള്ളതാണ്, അപ്പോൾ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു 10 മണിക്ക് കൊടുക്കണം. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ, പേസ്റ്റ്, ബ്രഷ് അതൊക്കെ കൊടുക്കണം. അതൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഉള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ പുള്ളിയുടെ നമ്പർ മേടിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. അതൊരു നല്ല ഒരു സജഷൻ തന്നെയായിരുന്നു. പേസ്റ്റ്, ബ്രഷ് അതൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് കൊടുക്കാമല്ലോ. പേസ്റ്റ്, നമുക്ക് ചെറിയ എന്താ പറയുക ഇത് തന്നെ കിട്ടും.
എന്താ പറയുക, ഇവിടെ 10 രൂപയ്ക്ക് തന്നെ പേസ്റ്റൊക്കെ കിട്ടാനുണ്ട്. ബ്രഷ് ആണെങ്കിലും നമുക്ക് അത്ര തന്നെ കിട്ടാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി അണ്ണ, അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാം, അതൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. തലയിൽ വെക്കുന്ന വെളിച്ചെണ്ണ അതൊക്കെ ചെറിയ ചെറിയ ഒരു ഇതായിട്ട് ഒരു കിറ്റ് പോലെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പം അതൊക്കെ അത്യാവശ്യമാണ് ഇവിടെ ഉള്ളവർക്ക്. നമ്മൾ കൊടുക്കുമ്പോൾ പാവങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കൊടുക്കണം. കുറേ പേരിങ്ങനെ അണ്ണ അണ്ണ അപ്പാ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് നല്ലതാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാം, ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. എൻ്റെ പേജിൽ 3M ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളി അതൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു ആ ശരി, ഓക്കെ, എന്തായാലും അമ്പലത്തിലേക്ക് വരുമ്പോൾ വിളിക്കൂ, ഇവിടെ വേണ്ട സൗകര്യമൊക്കെ ചെയ്തുതരാം അമ്പലത്തിൽ എന്ന് പറയും. കാരണം ഇത് വലിയ ടെമ്പിളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ വരുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു, വിളിക്കൂ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങൾ ട്രസ്റ്റ് ആണോ? ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് നിങ്ങളിങ്ങനെ കൊടുത്തിട്ട് പോകുന്നത്, ഡെയിലി എത്ര പേർക്ക് കൊടുക്കുന്നു? ഞാൻ പറഞ്ഞ 51 പേർക്കാണ് കൊടുക്കണേന്ന് പറഞ്ഞു. ശരി, അത് നല്ല കാര്യം തന്നെ, ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു വൈകുന്നേരം ഒരു 10 മണിക്ക് വരണം. 10 മണിക്ക് ക്ലാസ്സാണ്, കുഴപ്പമില്ല, നമുക്ക് ഇല്ല അമ്മൂ നമ്മൾ 10 മണിക്ക് ഇറങ്ങി പാപ്പോല്ലേ, ട്രാഫിക്കും ഉണ്ടാവില്ല. ആമാം ആമാം ആമാം. അപ്പോൾ 10 മണിക്ക് നിങ്ങൾക്ക് ട്രാഫിക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ ശരി 10 മണിക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇനി ഒരു 10 മണിക്ക് കൊടുത്തു നോക്കാം അല്ലേ? ആ പോലാമേ, ആ കൊടുக்கலாம் പോங்க. இந்தாங்கப்பா வாங்கிக்கோ. എല്ലാം ഭഗവാന്റെ തീരുമാനം. നമ്മൾക്ക് അതുപോലെ വഴി കാട്ടാൻ ഈശ്വരൻ ഓരോരുത്തരെ കൊണ്ടുവരും അല്ലേ? ഓരോരുത്തരുടെ അടുത്ത് നമ്മളെ ഈശ്വരൻ എത്തിക്കും. അദ്ദേഹം നല്ല അഡ്വൈസാണ് നമുക്ക് തന്നത്. നമുക്കൊരു 10 മണിക്ക് കൊടുക്കാം അല്ലേ? നല്ലത്. നാളെ നമുക്ക് 10 മണിക്ക് നോക്കാം. അതുപോലെ അവർ പറഞ്ഞ ആ ഒരു കിറ്റും നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഞാൻ കോയിലിൽ പോയിട്ട് വരട്ടാ? വേണ്ട, ഞാൻ പോസ്റ്റ് ആയിട്ടില്ല. ഈ അമ്മൂന് അമ്പലത്തിൽ പോകണമെന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ വിടില്ലല്ലോ. അത് സന്തോഷം. ആയ് പോണാണോ നമ്മ ഒന്നാ പോളാം? ആ വേണ്ട, ജീൻസ് പോട്ട് വരമാട്ടെ. ഞാൻ ജീൻസ് ഇട്ടിട്ട് എങ്ങനെ ഈ അമ്പലത്തിൽ കയറണേ? പറ്റില്ല. ഒരു സ്കേർട്ടാണേലും കുഴപ്പമില്ല. മുടിഞ്ഞിരിച്ചമ്മോ? ഇനിയുണ്ട് ഫുഡ് കുറച്ചുകൂടെ. അതെ, ഭഗവാൻ കാണിച്ച വഴി തന്നെയാണത്. ஆமா, அதான் நம்ம அன்னைக்கு சொன்னேன்ல, அவங்களுக்கு நம்ம ஃபேமிலி கிட்ட கொடுக்கணும்னு சொல்லிட்டு வீட்டு பொருள்கள் எல்லாம் சேர்த்துட்டு. രാത്രി നാളെ നമുക്ക് 10 മണിക്ക് ഇറങ്ങാം. ഫുഡ് ആ സുജു ഓടെ ഞാൻ ഡ്രസ്സ് മാത്രം എടുത്തോണ്ട് ഒന്നും ഇതാക്കിയിട്ടില്ല. വേറെ സ്പെയർ ഡ്രസ്സൊന്നുമില്ല. ആ വേണ്ട, ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട വരും. അവൾ അമ്പലത്തിൽ പോയി. അവളിപ്പോൾ ഇപ്പോഴൊന്നും ഇറങ്ങില്ല അവൾ. ആ അമ്പലം വലിയ അമ്പലമാണ്, കുറേ ഒത്തിരി ഉണ്ട് ആ അമ്പലം. ഞാൻ അത്രയും നേരം ഇവിടെ പോസ്റ്റായി നിൽക്കണം. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പോണ്ട, നമ്മൾ ഒരുമിച്ച് പോകും. ഇല്ലല്ല, എനിക്ക് ജിമ്മിൽ പോകണം. ടൈം ആകും, നീ പോണം. ശരി മുതലാളി. ശിവൻ കോയിൽ இருக்குல்ல? ஆமா, அந்த வழியா போய் போலாம்ன்ற. சரி முதலாளி. ஓ ஓ காரோட ஸ்மெல் இல்ல. നോ പറ്റില്ല, ഞാൻ പോകാതെ അവള് പോണ്ട. ഞാൻ എന്നിട്ട് ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കേണ്ട വരും. അവള് പോകുമ്പോ ചാവി തന്നിട്ട് പോവില്ല. അവള് ചാവിയും കൊണ്ടാ കയറുക അമ്പലത്തിലേക്ക്. എന്നാ പിന്നെ ഞാൻ പോവില്ല എന്നൊക്കറിയാം. ചാവി തന്നിട്ട് പോയാൽ ഒരു 10 മിനിറ്റ് കാത്തു നിൽക്കും. കാണാൻ ഞാനങ്ങ് പോവും. പിന്നെ അവൾ ഓട്ടോ പിടിച്ച് വരേണ്ട വരും. അതുകൊണ്ട് ചാവി തരില്ല അവള്. യാര് എങ്ക കുപ്പ
இப்போ வர்றாங்கல்ல. ஏமா அவங்க வீட்டுல சாப்பிட்டு தானே வருவோம். அததான் சொல்றாங்க அவங்களும் நைட்டு சாப்பிட்டதான் வருவாங்களாம். சரி ஓகே, நாளைக்கு நைட்டு பார்ப்போம். இன்னைக்கு நைட்டு அவங்க குப்பை எடுக்கட்டும். ஏமா கத்தி கத்தி என் பிராணம். அப்ப வீட்டுல நான் மட்டும் என்ன ஒழுங்கா தான் உட்காந்துருக்கீங்களா? அதான் சொன்னேன். அப்ப நீ பயங்கர சப்போர்ட் இல்ல, அந்த சப்போர்ட் வந்து நீ கொஞ்சம் புரிஞ்சுக்கணும் சரியா? அப்புறம் என்கிட்ட வந்து கம்ப்ளைண்ட் சொல்லக்கூடாது, சொல்லிட்டேன் நான். என்ன கம்ப்ளைண்ட்? மரியாதை இருக்காது. என்ன கம்ப்ளைண்டா? நீ தானே எப்பவுமே சப்போர்ட் பண்ணிட்டு இருக்கீங்க, அது மட்டும் ஏன் நீ கவனிக்கல? காலையில இருந்து கண்ணு முழிச்சு வச்சுக்கோங்க, அப்பத்துல இருந்து கத்திட்டு இருக்கிறது நைட்டு வரைக்கும் நான் கத்திட்டு இருக்கிறேன். அப்ப நீ வந்துட்டு நடுவுல கொண்டு அப்படி இல்லைங்க, அடே நீ தாண்டே அப்படி பேசிட்டு இருக்கிற. யார கத்தன நீ? வண்டி எப்படி ஓடி போனா? ஆமாமா, அவன் பாட்டுக்கு போட்டிருக்காங்க, அதுக்கு மட்டும் உனக்கு என்ன? என்ன ரோடுன்னா நமக்கு சொந்தமானா இல்லல்ல, கவர்மெண்ட் ரோடு தானே, அவன் பிடிச்ச மாதிரி போட்டோம். அம்மா உனக்கு என்ன ஆச்சு? അവള് ചുമ്മാ എന്റെ കൂടെ തോണ്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഏതോ ഒരുത്തൻ റോട്ടിൽ കൂടി എങ്ങനെയോ പോണു, അതിന് ഇവക്ക് എന്തോന്ന് അവളറിയാം. മക്കളെ നോക്ക് എങ്ങനെയൊക്കെ എന്നെ ചീത്ത പറയണെന്ന്. എന്റെ ടോർച്ചർ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. இல்ல ரோட்டி கூடி யாரும் எங்கோட்டோ போகணும், அதுக்கு மட்டும் இந்த அம்மாக்கு என்ன நான் கேட்கறேன். என் கேள்வி அதுதான். அது இவக்கு என்ன? ரோட்டி கூட யாரும் எங்கோட்டோ போட்டேன். பின்ன അല്ല, പിന്നെ റോഡെന്താ നമുക്ക് സ്വന്താണ് അല്ല, ഗവൺമെന്റ് റോഡ്. ആരോ എങ്ങനെയോ എവിടേക്കോ പോട്ട് നമുക്ക് എന്തോന്ന് അത് പറഞ്ഞപ്പോൾ അവള് പറയാ ഞാൻ ടോർച്ചർ ചെയ്യാന്ന് അവളെ. അല്ല പിന്നെ എന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല അത് പറയണുണ്ട് അവള്. ഞാൻ പറഞ്ഞു ഏയ് മര്യാദ ഇരിക്കാതെ. ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും, വീട്ടിലും അങ്ങനെ തന്നെ. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടിയൊന്നുമല്ല. നമ്മ யாரோ ഫോൺ അടിച്ചിട്ടേ കിടക്കണം. അയ്യോ സാമി, பொய் பொய்யா சொல்லி ஏமாத்தினது போதும். அதுக்கப்புறம் தெரியாது, நீ பாடினது எல்லாரும் கேட்டுச்சு. ஐயோ சாமி நீ எனக்கு வேண்டாம். ஏய் பொய் பொய்யா சொல்லி ஏமாத்தினது போதும். ഇവള് പറയാ സാമി എന്നെ വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു കളവ് പറഞ്ഞു എന്നെ ഏമാത്തണത് പോതെന്ന് പറഞ്ഞു. റോഡല്ലേ, ആരെങ്കിലും എവിടെയെങ്കിലും പൊക്കോട്ടെ, നമുക്ക് എന്തോന്ന്. ഭക്ഷണം കൊടുത്താ പോണേ, ട്രാഫിക്കിൽ നിൽക്കുക. അവള് നമ്മളെ സ്വന്തം പോലെ റോഡ്, ഇവന്നെ റോഡ് കോണറാ. இது என்ன சக்கரை, ഇത് ഞാൻ കൊത്തറ, இது ஏன் முட்டை. ഹരേ കൃഷ്ണ. യെസ്, കണ്ടുപിടിച്ചല്ലേ എന്റെ സഞ്ജുവിന്റെ ഷേട്ടാ. എങ്ങനെയുണ്ട്? വേറൊരു ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. 8 ஆயிட்டு எப்போ போவீங்க ஜிம்முக்கு? அதான் தீபன் 8 மணிக்கு தானே போறேன். அப்ப தீபன் 8 மணிக்கு போனா எங்களுக்கு மட்டும் குண்டாங்களே, அவன் எப்போ வேணாலும் போவான் ஜிம்முக்கு. அவன் போனதுனால தான் எல்லாம் டைட்டா இருக்குதாங்க. ഞാനേ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാണിച്ചുതരാം. മൈഥിലി, വർഷ, പിന്നെ നമ്മുടെ കുടുംബവിളക്ക് അറിയില്ലേ, സീരിയൽ കുടുംബവിളക്കിലെ സമ്പത്തിനെ അറിയില്ലേ, സമ്പത്ത്. രണ്ടുപേരും ടാബ് കഴിച്ചു. அம்மு நீ டேப்லெட் போடலாம் சொல்றாங்க அம்மு. டேப்லெட் எந்த டேப்லெட்? பைத்தியத்துக்கு நீ டேப்லெட் போடலாம் சொல்றாங்க ஒருத்தர். இதோ அந்த அம்மா பாத்தியா, சுஜி சுனில் போட்டிருக்குல்ல, ரெண்டும் டேப்லெட் கழிச்சு. ரெண்டும் இல்லம்மோ, நீ டேப்லெட் போடலாம் சொல்றாங்க அம்மு. போட்டல இன்னைக்கு கீழ்பக்கம் போலாமா? ஏன் நாளைக்கு போயிட்டு நாளைக்கு போயிட்டு அவங்க வீட்டுக்கு போகலாம். நாளைக்கு போயிட்டு எங்களோட வீட்டுக்கு ஞாபகம் வரேன். ஏம்மோ வைத்தியம் என்ன செய்யணும் அவங்களுக்கு தெரியணும்ல. பேசாம பிந்துமா கொண்டு
സുജു அவங்க ஒரு பைக்கும் தான் சொன்னாங்க, நீங்க 2 பைக்கும். അമ്മ അതെ, നാളെ ഗുളിക കഴിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ പറഞ്ഞ ആളുടെ വീട്ടിൽ സുജിയുടെ വീട്ടിൽ വരുമെന്ന്. അയ്യോ, അപ്പം നമ്മുടെ വർഷേനെയും മൈഥിലീനെയൊക്കെ കണ്ട എന്താ പറയാ, വർഷ, മൈഥിലി, ജന, വൈശു, അയ്യോ സാമി, ഇന്നലെ കൂട്ടടിയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, കുടുംബവിളക്കിലെ സമ്പത്തില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൻ ചെന്നൈയിൽ വന്നു ഷൂട്ട് കഴിഞ്ഞു. എല്ലാവരും കൂടെ ഫ്ലാറ്റിൽ കൂടി. എൻ്റെ ഫ്ലാറ്റിൽ അവരുടെ ഫ്ലാറ്റ്. അപ്പം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതേടെ എപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോകാനൊരു, അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് ഒരു സമ്പത്ത്, ആ ജിമ്മ് സമ്പത്തില്ലേ, വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞേടാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ല. മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കിയിരുന്നിട്ട് ഞാൻ പോയില്ല. അയ്യോ, അതിന് എൻ്റെ അമ്മോ എന്നെ തിന്നില്ല എന്നേ ഉള്ളൂ കൃഷ്ണ. അയ്യോ, എന്തൊക്കെയാ പറഞ്ഞത് അവൻ. അവസാനം കൈയും കാലും ഒക്കെ പിടിച്ച് കാണിച്ചരാം. പൊയ്യാ ചൊല്ലി മാത്തണത് പോതും. കാണിച്ചരാം 11. എന്നെ തിന്നില്ലാന്നേ ഉള്ളൂ. കൊല വിളിച്ചിട്ടുണ്ട്. ഇനി വരും, ഇവിടെ ചെന്നൈയിൽ വരും. അപ്പം കാണിച്ചുതരാം. എല്ലാവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ വെച്ച് നീ പരസ്യമായി മാപ്പ് പറയണമെന്നും പറഞ്ഞുകൊണ്ട് കൊടിയും പിടിച്ച് അവിടെ നിൽക്കണ്ട. നീ 4 മണിക്കൂർ 5 മണിക്കൂറോളം ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന്. മനഃപൂർവ്വമല്ല, ഞാൻ മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കിയിരുന്ന് ലേറ്റായതാണ്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അതെനിക്കൊരു അബദ്ധം പറ്റി. ഞാനേ അവനോട് അവൻ്റെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ ഞങ്ങളെല്ലാവരും സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിൽ കയറി ഞാൻ മെസ്സേജ് ഇട്ടു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പറയടാ നിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. നോണ പറയണ്ട, നീ എനിക്ക് മെസ്സേജ് ചെയ്യാതെ നീ അതിൽ കയറി മെസ്സേജ് ഇട്ടാൽ ഞാൻ കണ്ടു എന്ന്. അങ്ങനെയൊക്കെ അടിയായി. അത് ശരിയാവും. അവൻ ഇനിയിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് കൊച്ചിയിലേക്ക് പോയിരിക്കുക. വരും, ഒരു 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ വരും. ക്രിസ്മസിന് കാണുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ. അയ്യോ ആൻറ്റി, ഒരു മിനിറ്റ് ആൻറ്റി, ഞാൻ തിരിച്ച് വിളിക്കാം, ലൈവിലാ. ഹലോ അമ്മ, അവിടെ സിസ്റ്റർ ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് അമ്മ ഇപ്പം ജിമ്മിൽ പോകും. என்னங்க திருச்சியில் போய் எதுக்கு விழிக்கணும், இங்கேயும் விழிக்கலாமே சென்னையில் அப்படின்னா? புரியல. நீங்கள் திருச்சி விழிக்க அப்படின்னு சொன்னீங்கல்ல. ஓய், திருச்சி விழிக்கான்னா திருப்பி கால் அது எனக்கு தெரியும். அப்புறம் அது எதுக்கு திருச்சியில் போய் விழிக்கணும், சென்னையில் விழிக்கலாமே. അടി പോടി കടവുളെ. ഈ പെണ്ണ് മലയാളം പഠിച്ചു വരുമ്പോഴേക്കും നമ്മളൊരു വഴിയാവും. അയ്യോ നാരായണ. അമ്മ ഫുഡ് അയച്ചാ? ഹലോ മദജി ലൈവിലാണേ, ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കുമോ? ഒരു അരമണിക്കൂർ. ഇനി ആരാ അടുത്ത ഫുഡെന്ന് നമുക്ക് നോക്കട്ടെ. ആരാണ് അടുത്ത ഫുഡിന് കാത്തിരിക്കണേ നോക്കട്ടെ. ഇന്ന് ആരുടെ അന്നദാനന്നൊക്കെ ഞാൻ ലൈവ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു മാതാജി. എത്ര പേരുടെ അന്നദാനം, ആരുടെ അന്നദാനം എല്ലാം വായിച്ചു. നിങ്ങളും കൂടിയൊക്കെ ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനുണ്ടെങ്കിൽ എത്ര നല്ലതല്ലേ. വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണോ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിഷ്ണു. അതെ അമ്പലത്തിൽ ഉത്സവമാണ്. എനിക്ക് വീഡിയോ അയച്ചു തന്നായിരുന്നു ദേവേട്ടൻ, ഞാൻ കണ്ടു. ഒരുത്തരോ കണ്ടിരിക്കാங்க. அப்படி நிறுத்தனா நான் சொல்லலையா அம்மு? பார்த்தண்ணா. அண்ணா வாங்க சாப்பாடு வாங்கிக்கோங்க. தண்ணி வாங்கிக்கோங்க.
சரிங்க. അമ്മൂൻ്റെ അടുത്ത് അവർ പറയണം, അയ്യോ അമ്മ സ്വാമി തായേ പോതും എന്ന് പറഞ്ഞു. അന്നപൂർണേശ്വരി മതി, ഒരുപാട് സന്തോഷം. എപ്പടി എപ്പടി ഹലോ അവളുടെ ചിരി കണ്ടോ, പ്രേത ചിരി. ഏയ് പേയ് சிரிக்கிற மாதிரி இருக்க சொல்றேன் நான். നമ്മള് നല്ലോണം രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിപ്പോവും. ഞങ്ങൾ എല്ലാവരും കൂടെ കിടക്കുവേ. അന്നേരം ഒന്നിങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോവായിരിക്കും. ഈ കുരുത്തം കെട്ട വിളിച്ചിരിക്കും, ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട്. ഓ ലച്ചു പോയോ അമ്പലത്തിലേക്ക്? എന്നാവാ ആയിരിച്ചാ ഫുഡ്? ഇനി കുറച്ച് ഫുഡും കൂടെ ഉണ്ട്, അതുകൂടി കൊടുക്കാം. കളിയും ചിരിയായിട്ട് കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ ഇവള് കിടന്നിട്ട് ഇതുപോലെ ചിരിക്കും, ആ കുമാരേട്ടനെ വിളിക്കണമെന്നും പറഞ്ഞ പോലെ. അമ്മോ, ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തെന്നറിയോ? ഇവളും ഞാനും കൂടെ ബെഡ് കിടക്കായിരുന്നു. ഇവളുടെ മക്കളും ഒക്കെ ഉണ്ട്, എൻ്റെ വേറെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിടത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഇവരെല്ലാം കഥ പറഞ്ഞ് സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ഏത് ഒരു രജനീകാന്തിൻ്റെ ഒരു മൂവി, തമിഴ്, ആ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി. മൊബൈലൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു മൂവി. മൊബൈലൊക്കെ ഇങ്ങനെ ഏതോ ഒരു എന്നത് 2.0 படம் பேரு 2.0 அந்த ரோபோ தானே மொபைல்ல போய் பறக்குமே. ஆமா 2.0 2.2 0 2.0 എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ടോണ്ടിരിക്കുകയാണേ. ഞാനിങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോവാ. എന്റെ ദൈവമേ, രാത്രി ഉണ്ട് 12 മണിക്ക് ഇവള് കിടന്നിട്ട് എപ്പടി സിരിച്ചാമോ ഞാനങ്ങ് പേടിച്ച് ഞെട്ടിപ്പോയി. അപ്പൊ ഇവളെ കണ്ടപ്പോ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാനെന്തോ ഒരൊറ്റ ചവിട്ടിട്ട് കൊടുത്ത്, ചവിട്ടി ഉടനെ ഇവള് താഴേക്ക് വീണു. താഴെ എൻ്റെ വേറെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ട്. അവരുടെ മേലേക്ക് ഇവള് വീണു. അവര് തമ്മിൽ ഭയങ്കര അടി. എന്നിട്ട് എന്നോട് പറയണേ, നീ എണീക്കെന്ന് പറഞ്ഞു പെട്ടെന്ന്. ഞാൻ എണീക്കോ? ഞാൻ പറഞ്ഞു ഞാൻ എണീക്കൂല പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്നറിയോ? എൻ്റെ കൈയും എൻ്റെ കാലും പിടിച്ച് പൊക്കിയെടുത്ത് ആട്ടിയിട്ട് ഹോളിൽ കൊണ്ടുപോയിട്ട് തന്നെ. അയ്യോ നാരായണ നാരായണ. കേൾപ്പിച്ചു ദിവ്യയുടെ കുമാരേട്ടനെ വിളിക്കോ കുമാരേട്ടാ എന്ന് പറയണത് കേൾപ്പിച്ചു. ഒരു മിനിറ്റ്. അപ്പാ ഫുഡ് വാങ്ങിക്കോങ്ക, സാപ്പാട് വാങ്ങിക്കോങ്ക. இப்போதைக்கு சாப்பாடு வாங்கி சாப்பிடுங்க அப்பா. தண்ணி வாங்கிக்கோங்க. ആയിരിച്ചാമോ? അങ്ങനെ ഇവരെന്ത് ചെയ്തെന്നറിയോ? എൻ്റെ 2 കൈയും കാലും പിടിച്ചിട്ട് ആട്ടിയിട്ട് ഹോളിൽ കൊണ്ടേ കിടത്തി. നോം അവിടെ കിടന്നു. കാരണം എനിക്ക് വയ്യ അവരോട് 4-5 പേരോട് യുദ്ധം വെട്ടാൻ പോകാൻ. അത് കഴിഞ്ഞ് ഇതുപോലെ ഞങ്ങൾ ഒരു ദിവസം ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോഴേക്കും അന്ന് ഞാൻ പോളിമർ TV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ ലൊക്കേഷനിലേക്ക് വന്നു. ലൊക്കേഷനിൽ വന്നിട്ട് 1-2 ഫ്രണ്ട്സ് അവിടെ ആർട്ടിസ്റ്റാണ് ലൊക്കേഷൻ നമ്മുടെ ആ ഷൂട്ടിൽ. അങ്ങനെ അവരും ഞങ്ങളും കൂടെ സാറിനോട് ചോദിച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. എൻ്റെ അമ്മേ, ഞാൻ ഇറങ്ങുമോ കടലിൽ? എനിക്ക് പേടിയല്ലേ കടലിൻ്റെ അടുത്ത് പോകാൻ. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരേ റോഡ്, ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇതേപോലെ ഇവർ ഭയങ്കര കളി വെള്ളത്തിൽ. ഞാൻ ഇറങ്ങിയില്ല. ഇവരിതേപോലെ എൻ്റെ 2 കൈയും കാലും പിടിച്ച് ഇങ്ങനെ ആട്ടി വെള്ളത്തിലിട്ടേച്ച് ഞാൻ ഫുൾ നനഞ്ഞ് വെള്ളത്തിൽ വീണ കോഴി വരുന്ന പോലെ എഴുന്നേറ്റ് വന്നു. അങ്ങനെയുള്ള ദുഷ്ടത്തരൊക്കെ ചെയ്യും. ടമ്മോ, ഭയങ്കര സാധനങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് എറണാകുളത്തുള്ള ഫ്രണ്ട്സും. അന്ന് മെസ്സേജ് നമ്മളൊരു അന്നദാനം കൊടുത്തില്ലേ, അമൃത, അർച്ചന, രാഖി, ഫിദ, ജെസി, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് അവിടെ ബേസിൽ. ഞാൻ ഇനി പോകുമ്പോൾ കാണിക്കാം, എറണാകുളം പോലും പോകുമ്പോൾ കാണിക്കാം കേട്ടോ. അവരെയൊക്കെ നേരത്തെ പോയി ബെഡിൽ സ്ഥലം പിടിച്ചാൽ സ്ഥലം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ഓ മാതാജി, ഞാൻ ഉത്സവത്തിന് വരില്ല മാതാജി. നമ്മളുടെ ടേസ്റ്റിന് സെറ്റ് ആവില്ല അവിടെ. അവിടുത്തെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഉള്ള ആഭരണങ്ങൾ മുഴുവൻ ചാർത്തി, തിളങ്ങുന്ന സാരി, തിളങ്ങുന്ന ചുരിദാറുകൾ, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ സ്റ്റൈല്. നോമിനത് ഇഷ്ടമല്ല.
എത്രത്തോളം ഓർണമെന്റ്സ് കുറയ്ക്കാമോ അത്രത്തോളം നാം ഹാപ്പിയാണ്. അത് കാരണം അവിടെ വന്നാലുള്ള ബുദ്ധിമുട്ട് അതാണ്. യാര് പാട്ടി ഒരു മിനിറ്റ്, ഒരു പാട്ടിയമ്മ പോകുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തട്ടെ. നമുക്ക് ആ പാട്ടിയമ്മയുടെ അടുത്തേക്ക് എത്താൻ നോക്കാം. അണ്ണ അണ്ണ കുഞ്ചി തള്ളുങ്ക അണ്ണ. നമുക്ക് സ്ഥലമില്ല പോകാൻ. ഉള്ള സ്ഥലത്ത് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. பாட்டி உங்களை தான் கூப்பிட்டு. ஐயோ பயந்துட்டம்மு. അടിയായി അമ്മു, ആ പാട്ടി അടിയായി. ആ പാട്ടിക്ക് വട്ടായിരുന്നു. ആ പാട്ടി ഫുഡ് കൊടുക്കാൻ പോയത്. ആ പാട്ടി ഓടിപ്പോയി. കയ്യിലുണ്ടായിരുന്ന വടിയും വെച്ച് ഒരു അടി അടിച്ചിട്ട് ഓടിപ്പോയി. അവര് റോട്ടിലാട്ടോ അടിച്ചത് നമ്മളെല്ലാം. ഞാൻ കേൾക്കവേ ഇല്ലേ അമ്മു, എൻ കാതിൽ വീഴവേ ഇല്ലേ അമ്മു. നീ എന്നെ சொல்றല്ലേ. അവൾ എന്നെ വിളിക്കുക ഗ്രാതകീന്ന്. ഈ അമ്മ வந்திருக்கு. இங்க இருந்து ரைட்டு, நீ பெட்ரோல் போடணும் அந்த பம்பு அங்கதான், எனக்கு தெரியும். இங்க இருந்து லெஃப்ட் எடுத்தா கோடம்பாக்கம். ஒரு அப்பா அப்பா சாப்பாடு வாங்கிக்கோங்க, சாப்பாடு வாங்கிக்கோங்க. അയ്യോ, അവിടെ ഒരു ഭാര്യയും ഭർത്താവും റോഡ് സൈഡിൽ ഇരുന്ന് അടിയോടടി, ഒരിഞ്ഞടി. കാത് കേക്കാതാ നീങ്ക കൊഞ്ചം. അയ്യോ അടി അടി, അയ്യോ അടി അടി അടി, സമ്മ അടി അവിടെ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. പാട്ടി വാങ്ങ വാങ്ങ വാങ്ങ. അയ്യോ അവിടെ അടി. ആ കെട്ടിയോനും കെട്ടിയോളും ഇപ്പൊ അടി കിട്ടും അയാൾക്ക്. നാരായണ നാരായണ നാരായണ. അവിടെ ഒരു ഭാര്യയും ഭർത്താവും അടി. ആ ഇവിടെ ഒരു അമ്മയ്ക്ക് ഫുഡ്. അയ്യോ അടി അടി അടി. നാരായണ നാരായണ നാരായണ. രണ്ട് കാതും കേക്കാതാ. சரிங்க. അയ്യോ ആ അമ്മ അവിടെ അടി. ശരി ബൈ ബൈ അമ്മ. ஐயோ അവിടെ அடி. எப்படி காமிச்சிங்க? ஒரு வாட்டி கூட காமிங்க. அப்படி சாப்பாடு வேணுமா? ஐயோ അവിടെ അടി, പൊരിഞ്ഞ അടി. ആ നാരായണ. അമ്മു ഓടിടമ്മു, സമ അടി അമ്മു. അവിടെ അടി, പൊരിഞ്ഞ അടി. അയ്യോ അത് കണ്ടോ? അയ്യോ 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 അയ്യോ. അയാളെ കഴുത്തിനൊക്കെ പിടിച്ച് ആട്ടുന്നുണ്ട്. അമ്മ പറയണേ, അമ്മ പറയണേ, അമ്മു നീ അവരുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണോ? അവസാനം ആ പൊമ്പളെ ഇവിടെ വന്നിട്ട് നമ്മളെ അടിക്കുന്ന്. அந்த ஆளை பார்த்தாலே பயமா இருக்கு. ஆ பொம்பளை ഇവിടെ വന്ന് നമ്മളെ തല്ലുന്നു. അതാ അതാ അയാൾ അടി വാങ്ങി അവിടെ ഇരിക്കും. അയാൾ ഓടിപ്പോയിക്കൂടെ?
അയാൾ അടി വാങ്ങി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ട് അയാൾക്ക്? ആ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടൊന്ന് റോട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് കടയ്ക്ക് മുന്നാടി ഒക്കാരെ വെച്ചു അടിച്ചിട്ടിരിക്ക, താടിയെ പിടിച്ച് ഇഴുത്തിട്ടിരിക്ക, ആട്ടിയിട്ടിരിക്ക്. അയ്യോ സാമി, നമ്മളെ ഉള്ള ചെയ്യണം, അവര് ചെയ്യണം. അതാ അമ്മ എന്താ പറയാ, നമ്മളൊക്കെ ഉള്ളിൽ ചെയ്യും, അവര് പുറത്ത് ചെയ്യുന്നത്. അയ്യോ സാമി നാരായണ കടവുളെ. ആമാ, അയ്യോ ഞാൻ ലൈവ് എടുത്തതറ്റ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അവരിവിടെ വന്ന് ഞങ്ങളടിക്കും, പിന്നെ കൂട്ടത്തല്ലാവും. അയ്യോ എൻ്റെ കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യും, ഫോണും കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടും, അമ്മൂനെ പിടിച്ച് ആ പെണ്ണും പിള്ളേടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും, തീർന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താ കഥ. ഇരിക്ക അമ്മൂനി 2-3 ഇരിക്കാ, ഒരു 2-3 എണ്ണം കൂടിയുണ്ട്. അയ്യോ സ്വാമി എനിക്ക് വയ്യ. കല്യാണ മണ്ഡപം വെച്ച് കല്യാണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ എന്നെ തല്ലാൻ. ഞാനെന്താ അവരെ കെട്ടിയോനോ? ആ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മൂനെ എടുത്ത് ആ തള്ളയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കും, അത്രയാണ്. ആ പെണ്ണുമ്പിള്ള അവരുടെ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ പിടിച്ച് ആട്ടുന്നു, അവർ കഴുത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ആട്ടുന്നു. എന്നിട്ട് അയാൾ ആ അടിയും കൊണ്ട് അങ്ങനെ ഇരിക്കുക പാവം. എന്തെങ്കിലും കാര്യമായ കാരണം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ஏய் நான் பேசுறேன், நான் என்ன அந்த பொண்ணுல தானே அடிச்சுட்டு இருக்காங்க, நான் எதுவும் சொல்லலையே. அவங்க 2 பேரும் தானே. இல்ல அவங்க நம்மள அடிக்கிறது நமக்கு எப்படி சந்தோஷம் ஆகும்? நான் உன்னை பிடிச்சி அவங்க கையில போட்டு கொடுப்பாங்க, அவ்வளவுதான். எனக்கு காது கேட்காது, பேச்சு வார்த்தை வராது, அவ்வளவுதான். ഞാൻ പറയേ, എനിക്ക് അയ്യോ ഞങ്ങളെ കാണാത്ത നന്നായി. ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് വരും, അവരിങ്ങോട്ട് വരും. അമ്മൂനെ എടുത്ത് അടി. അല്ലെങ്കിലേ ഞാൻ വീട്ടിന്റെ മേളിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയോ, താഴെ എന്തേലും ബഹളം കേട്ടാൽ ആദ്യം വന്ന് അമ്മൂനെ വിളിക്കും, അമ്മൂ എന്ന് വിളിക്കും ഫസ്റ്റ് ഫ്ലോറിന്ന്. ദൈവമേ, അമ്മൂനി ആരോടേലും അടി ഉണ്ടാക്കുകയാണോന്ന് ഓർത്തിട്ട്. ഞങ്ങളുടെ അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നൊരു ലേഡി ഉണ്ട്, കോലം ഇടുമല്ലോ ഞങ്ങൾ രാവിലെ. ആ അമ്മയോട് അവിടെ മൊത്തം കഴുകാൻ പറഞ്ഞാൽ ആ അമ്മ കഴുകില്ല. ആ അമ്മ കള്ള കഴുകലും കഴുകി പോവും. ഒരു ദിവസം ഭയങ്കര അടി, അടി. നോക്കുമ്പോൾ അമ്മു അവരും കൂടെ പൊരിഞ്ഞടി. ഇന്ന് രാവിലെ ഞാൻ ഷൂട്ടിന് പോകാൻ നേരം ഞാൻ നോക്കുമ്പോൾ അമ്മുവിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. വേറെ 1-2 പേര് നോക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അമ്മുവിൻ്റെ വണ്ടി കംപ്ലൈൻറ്റാണ്, അത് നന്നാക്കാൻ വന്ന ആളിനോട് സംസാരിക്കായിരുന്നു. ഞാൻ വിചാരിച്ച് ഭയങ്കര അടിയായിരുന്നു. അമ്മു മാത്രമല്ല മോളെ, വേറെയും കുറച്ച് പേരുണ്ട് അവിടെ. ആസ് യൂഷ്വൽ ഇവരുടെ ടോക്കിംഗ് സ്റ്റൈലേ അങ്ങനെയാണ്. ഒരു രസം, ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. ചിലപ്പം നമ്മൾ സംസാരിക്കും. സുജ മാതാജി ചെന്നൈക്ക് വായോ, അപ്പം നമുക്ക് പോവാം ഇതുപോലെയൊക്കെ. அப்பா இது ஒரு பாட்டி அந்த அம்மா கோயிலில் வேலை செஞ்சுட்டு இருக்கீங்களா என்ன? ഒരു പാട്ടിയമ്മ ആ അമ്പലത്തിലുണ്ട്. നോക്കട്ടെ, ഞാൻ വീട്ടിലേക്കല്ല മാതാജി, ഞാൻ ജിമ്മിലേക്കാ പോണേ. നോക്കട്ടെ പാട്ടിയമ്മ വാങ്ങ. இந்த சாப்பாடு வாங்கிக்கோங்க. சாப்பாடு வாங்கி தண்ணி வாங்கிக்கோங்க. மலைக்கு போறீங்களா பாட்டி? அப்படியா? இல்ல நீங்க இப்பவே மாலை போட்டிருக்கீங்க, அதான் கேட்டேன். அப்படியா? அதுக்கு உனக்கு மட்டும் என்ன இவ்வளவு சிரிப்பு? அவங்க என்ன சொன்னேன்னு புரியுதா உனக்கு? ആ അമ്മേനോട് ഞാൻ ചോദിച്ചു മലയ്ക്ക് പോകണം. അപ്പം അവർ വിളിച്ചാൽ ഞാൻ പോകുന്ന പറഞ്ഞു. അത് വിളിച്ചിരിക്കുക എന്തോത്തിന്. അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ മാല ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും ഇടും, അപ്പോഴൊക്കെ ഞാനിങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അവർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. ഹരേ കൃഷ്ണ നാരായണ. ഒരു മിനിറ്റ് മാതാജി, ഒരു 10 മിനിറ്റ് മാതാജി.
ആ ഹലോ സാർ പറയൂ. തമിഴ്നാട്ടിലിരുന്ന് சொல்லுங்க. சொல்லுங்க சொல்லுங்க சார். ஆமாங்க சார், புரியுது புரியுது. நீங்கள் வேலூர்லேருந்து பேசுகிறீங்களா? புரியுது. புரியும் 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 சார். சொல்லுங்கள் சார். ஆமாங்க சார், நான் ஒரு 10 நிமிஷத்தில் உங்களை திருப்பி கால் பண்ணவா சார்? ஓகே சார், தேங்க்யூ. அப்போ അമ്മോ അവള് തന്നെ അമ്മു 2 അയ്യോ ഇനി ഒരു 2 കൂടെ ഉണ്ട്. 2 കൂടി ഉണ്ട്. ആ 2 എണ്ണം കൂടി കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ആരാ പട്ടീന്ന് വിളിച്ചത്? നോ, ഡോണ്ട്. അന്താള് പാട്ട് കേട്ട് ഈവനിങ് വാക്കിംഗ് പോയിട്ട് ഇരിക്ക. ഞാൻ പോകുന്ന അമ്പലം കാണിച്ചു തരട്ടെ. ഞങ്ങൾ പോകുന്ന ഗണപതി അമ്പലം. അമ്മു പിള്ളേർ കോവിലാണ്, കുഞ്ഞ് നിർത്തുங்க അമ്മു. അയ്യോ വിശേഷമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. ഇതാണ് നമ്മുടെ പിള്ളേർ കോവിൽ. ഈ അമ്പലത്തിലേക്കാണ് ഞാൻ വരാറ്. നമ്മുടെ 24th നൈറ്റ് ക്രിസ്മസിന് സ്പെഷ്യൽ ലൈവ്. ഓക്കെ. അയ്യോ പോവല്ലേന്നോ. നോമിനി ജിമ്മിൽ പോകാനുണ്ട്. ഇന്നലെയും പോയില്ല. തിരുപ്പതി ടോക്കേണ്ടത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. തിരുപ്പതി ടോക്കേണ്ട കാര്യം. ഓക്കെ. ഇനി ഒരു 2 ഫുഡും കൂടെ കൊടുക്കാനുണ്ട്. അതുകൂടെ കൊടുത്താൽ നമ്മൾ നാളെ രാവിലെ കാണും. ഓക്കെ. ഇതാണ് ഞാൻ കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന കട. അവിടുത്തെ അയാൾ അമ്മൂന് 2 രൂപ കൊടുക്കാനുണ്ട്. എപ്പോ? 5 രൂപ എനിക്ക് തരണോ? എപ്പടി? ജിമ്മ് പോയി വരുമ്പോ കരിമ്പ് ജ്യൂസ് 3 കുടിച്ചത് യാർ കാശ് കൊടുത്ത? ഞാൻ തന്നെ. ഞാൻ தான் கொடுத்தல்ல. ஆமா கரெக்ட் அம்மு. சரி பரவாயில்ல அம்மு. ஒரு ஜூஸ் 20 ரூபாய் தானே அம்மு? 25. போகும்போது நீ ஒரு 2 ஜூஸ் வாங்கி நம்ம 2 ஜூஸ் குடிக்கலாம். நீ காசு கொடு. 5 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ 45 പേ பண்ணാൽ പോതും. കഴിഞ്ഞ ദിവസം ജ്യൂസ് കുടിച്ചിട്ട് അവർ ഇവൾക്ക് 5 രൂപ ബാലൻസ് കൊടുക്കാനുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇന്ന് അവൾ 2 ജ്യൂസ് മേടിക്കട്ടെ. അപ്പോൾ 45 രൂപ കൊടുത്താൽ മതി. അതല്ലേ നല്ലത്? ആവശ്യത്തിലേത് അവളും ഫ്രണ്ട്സും എനിക്ക് മേടിച്ച് തരുന്നുണ്ട്. പിന്നെയും നമ്മൾ വായിപ്പിക്കുന്നത് ശരിയാണോ? ശരിയേടൊന്നുമില്ല. അവൾ വായിച്ചു തരും. ഇന്ന് കൃഷ്ണയാമമില്ല. ഇന്ന് ഇപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകും. ടൈം എന്നാ 10 മണി വരേക്കും ഇരിക്കും സാറ്. മാസ്റ്റർ 10:30 വരേക്കും ഇരിക്കാമോ? നേത്തും പോലാമോ? നാളെ എടുക്കാം. ഇനിയിപ്പം ഞാൻ ചെന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ഇന്ന് മാല ഇട്ടിട്ടുണ്ട്. ആ മാലയുടെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇടാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലും ഇടാം. இப்படி வண்டி நம்ம இப்படி போக முடியாது. நம்ம இப்போ லெஃப்ட் போகலாம். நந்தினி சைடு போயிட்டு நம்ம ஜோதி வெளியே வந்துடலாமா? புரியுதா? அங்கே ஒரு கட்டிங் இருக்குல்ல, நந்தினி தாண்டி ஜோதி கிட்ட போனால் ஒரு கட்டிங் இருக்கு. ஆனால் அந்த இடத்துல யாரா இருக்கான்றது அந்த வழி அங்கே யார் இருக்கா? உனக்கு பூ வாங்கணும்னு சொன்னல, அந்த கடையில் இருக்கும். நான் மாலை வாங்கணும்ல, அவன் வரைக்கும் நம்மளை வெயிட் பண்ணிட்டு இருக்கோம். நான் சொல்லவே இல்லையே, அவன்கிட்ட மெசேஜே கொடுக்கலையே. அது நீ தானே சொன்ன என்கிட்ட. இருக்குதே, பாக்ஸ்ல இருக்கு, நான் பார்த்துருக்கமோ. ஏன் கேட்டு பார்ப்போம். நம்ம தினமும் வாங்கிட்டு இருக்கிறோம்ல, கேட்டு பார்ப்போமோ. அது கேட்டு பார்ப்போம். முதல்ல நான் இருக்கேன். எத்தனை வருஷமா?
நான் 2005 இருந்து இங்கே தான் இருக்கேன். அது வரைக்கும் ஒன்றும் தெரியாதுல்ல. ஐயோ சாமி, ഈ റോഡ് വല്ലാത്ത റോഡാണ്. നീ ரொம்ப വായി പ്രശ്നം. അയ്യോ അയ്യോ, അവൾ എന്നോട് പറയാ, ഞാൻ അവളോട് അടി ഉണ്ടാക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ പോകത്തുള്ളൂ, ഇടിച്ച് 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 കണ്ട. ജിമ്മി ചെന്ന് വിളിക്കാം. மகாலிங்கபுரம் டெம்பிள் அடுத்த மகாலிங்கபுரம். அம்மு, மகாலிங்கபுரம் இங்க இருந்து எத்தனை டிஸ்டன்ஸ் அம்மு? 1 hour தானே? 1 hour இல்ல, ரொம்ப கம்மி. ട്രാഫിക് ആണെങ്കിൽ 45 minutes. ആ, ട്രാഫിക് ആണെങ്കിൽ 45 മിനിറ്റ്. ട്രാഫിക് ഇല്ല എങ്കിൽ ஒரு 1/2 hourல போயிடலாம்ல, 20 minutesல போயிடலாம்ல. மகாலிங்கபுரம் சொல்றது அந்த ஐயப்பன் கோவிலா? அன்னைக்கு நம்ம போனோம்ல. கோடம்பாக்கம் அதுவா? ഇല്ല, ഒരു 20 മിനിറ്റ്, 15-20 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇത് ഒരു വിശേഷപ്പെട്ട ടെമ്പിളാണ് ഇവിടെ. ജിമ്മ് കാണിക്കാം. ജിമ്മിൽ പോയിട്ട് ലൈവിൽ വരാം. ആ, ജിമ്മ പോയിട്ട് ലൈവിൽ വരാട്ടോ. ജൻ ഔഷധി ഷോപ്പ് ഇവിടെ. ജൻ ഔഷധി ഷോപ്പില്ല, കോട്ടക്കൽ ആര്യവൈദ്യശാല കണ്ടിട്ടുണ്ട്. മഹാലിംഗപുരം ഉണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാല. ഓക്കെ. ഓ അത് ശരി, സുരേന്ദ്രൻ പ്രഭുവിന്റെ സ്ഥലമാണോ? ആ, സുരേന്ദ്രൻ പ്രഭു ഇവിടെ കോടമ്പാക്കായിരുന്നല്ലോ അല്ലേ? ഓക്കെ. இங்கெல்லாம் யாரும் இல்லை. வேண்டாம். என்னவா இது? வேண்டாம். யாரு அண்ணா? வேண்டாம். பாவம் எங்கேயும் வந்து இங்க தண்ணி வளர்க்குறாங்க. எத்தனை இருக்கு உங்ககிட்ட? വേണമെന്ന് കേട്ട് പറഞ്ഞു തിരുപ്പങ്ങ. നമുക്ക് അവിടെ 4 പേരുണ്ട്, ചോദിച്ചു നോക്കാം. അവരവിടെ റോഡ് പണി എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. 4 இருக்கா? சரி, கேட்டு பார்ப்போம். നോക്കട്ടെ ഏട്ടാ. റോഡ് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കാം വേണമെന്ന്. സാധാരണക്കാരൻ இப்போ 2 பேர் தான் இருக்கு. இந்த சார்ட்டு கேளுங்க முதல்ல. அவங்களுக்கு வேணுமா சாப்பாடு? கொடுக்கலாமா? அப்பா சாப்பாடு வாங்கிக்கோங்க. സാപ്പാട് വാങ്ങിക്കോங்க. ജൻ ഔഷധി ഷോപ്പിലാണ് ജോലി. ഓക്കെ 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 ഓക്കെ. ഇന്നതത് அது தெரியுது தம்பி, நெருப்புன்னு. ஆ, ஓ இந்தாங்க, நான் வாங்க தண்ணி தரேன். வாங்க. 4 சாப்பாடுக்கு 4 தண்ணி. இந்தாங்க ஒரு தண்ணி அவர் கேட்க. நிறைய பேர் வராங்க, ஓடும். കൊടുത്തു. ആ 4 എണ്ണം കൊടുത്തു. 52 ഫുഡ്. അപ്പം നമ്മൾ ആ ഫുഡും കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ജിമ്മിൽ പോട്ടെ. ജിമ്മിൽ പോയിട്ട് ലൈവ് ഇടണം എന്ന് പറഞ്ഞില്ലേ? ലൈവ് ഇടാം, പക്ഷെ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. അത് മോശമല്ലേ? പോസ്റ്റ് ചെയ്യണം, ലൈവ് ഇടാം. ഓക്കെ, 10 മിനിറ്റ്. ബൈ. നമുക്ക് ജിമ്മിൽ കാണാം. കൃഷ്ണയാമമില്ല, നാളെ രാവിലെ
ഇപ്പോ ഇവിടെ വത്സരവാക്കം ഇല്ല, കാലയിൽ വാങ്ങിക്കാം. ഇപ്പോ വത്സരവാക്കത്ത്. ഓക്കെ, മെഡിക്കൽ ഷോപ്പിലോ ഇവിടെയോ? സീരിയസ് ആയിട്ട് പറയണേ ചോദിക്കാം. എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്, അവർക്ക് 3 മെഡിക്കൽ ഷോപ്പാണ്. ചോദിക്കാം വേക്കൻസി ഉണ്ടോന്ന്. ഓക്കെ, അയ്യോ വിളിക്കാൻ മറക്കില്ല സുജു, ഞാൻ വിളിക്കാം. അവിടെ പോയിട്ടില്ല, ഇവിടെ ജിമ്മിൽ പോയിട്ട്. അല്ല മക്കളെ, എന്നെ സ്വസ്ഥമായി വിടില്ല എന്ന് വല്ല ശബ്ദവും ചെയ്തിട്ടുണ്ടോ നിങ്ങളെല്ലാവരും കൂടെ? അതെ, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദർ ജാനുവരിയിൽ ഗുരുവായൂർ ഒരേ ഒരു ദിവസത്തേക്ക് എല്ലാവരും വരും. ഓക്കെ, എന്നിട്ട് തനിഷ്കിൻ്റെ ജ്വല്ലറി വന്നു ഇവിടെ പുതിയത്. എന്നിട്ട് ഒരേ ഒരു ദിവസത്തേക്ക് മേലെ നമുക്ക് ഹാള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ്, ദെൻ ഒരു കേക്ക് കട്ടിങ്, ദെൻ പിന്നെന്താ എല്ലാവരും കൂടെ ഒരു നല്ലൊരു സ്റ്റില്ല് എല്ലാം. എത്ര പേര് വരുന്നു എന്നുള്ളത് ബുക്ക് ചെയ്യൂ. നമുക്ക് ഒരു ദിവസത്തെ സ്റ്റേ മതി നമുക്ക്. അപ്പം ആ ഒരു സ്റ്റേക്ക് എനിക്ക് തോന്നുന്നു ഫുഡ്, നമ്മുടെ താമസം, ഹാളിൻ്റെ പൈസയൊന്നും ഉണ്ടാവില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് മേലെ. അപ്പം നമുക്ക് ജാനുവരിയിൽ ഫിക്സ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം. നമുക്ക് അവിടെ എത്ര രൂപയാവുന്നുള്ള അവിടെ വെച്ച് തന്നെ ഷെയർ ചെയ്ത് നമുക്ക് അവിടെ തന്നെ പേ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ ഹോട്ടലിൽ തന്നെ നമുക്ക് സാറിന് പേ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1000 രൂപയാണ് ഒരാൾക്ക് എല്ലാവർക്കും കൂടെ ഒരു റൂം നമ്മളിപ്പോൾ ഒരു 1600 ഒക്കെയാണ് ഫുൾ ഇത് AC റൂമെങ്കിൽ. 1500 ഒക്കെ ആണെങ്കിൽ 3 പേരാകുമ്പോൾ 500 രൂപ അല്ലേ വരും ഒരാൾക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരാൾക്ക് 1000 രൂപയല്ലേ വരും. നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഗുരുവായൂരൊക്കെ തൊഴുത് നമുക്കൊരു ദിവസം അങ്ങ് കൂടാം ജാനുവരിയിൽ. അപ്പോൾ വരുന്നവരാരാന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വയ്ക്കും. എന്നിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഒരു സൺഡേ ഫിക്സ് ചെയ്യാം നമുക്ക്. ഹാപ്പി? ഈ ജാനുവരിയിൽ തന്നെ ചെയ്യാം. കാരണം സുജാത മാതാജിയൊക്കെ ജാനുവരിയിൽ വന്ന് അവർ തിരിച്ചു പോകും കുവൈത്തിലേക്ക്. അപ്പം നമുക്ക് ജാനുവരിയിൽ തന്നെ ഫിക്സ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ സാറിനോട്, നമ്മളിങ്ങനെ ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ചെയ്തോളാൻ പറഞ്ഞു. നമുക്ക് അവിടെ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു, സൗണ്ട് സിസ്റ്റം, ഹാള് എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൊളിക്കാം ഒരൊറ്റ ദിവസം. ഡേറ്റ് നേരത്തെ പറയാം. ഞാൻ സൺഡേ വെച്ചാൽ പോരെ, അപ്പം നിങ്ങൾക്ക് പലർക്കും വരാമല്ലോ, ജോലി കളയേണ്ട ആവശ്യമില്ലല്ലോ. സൺഡേ വെക്കാം നമുക്ക്. സൂപ്പർ അല്ലേ? നമുക്കങ്ങനെ ഒരു ഡിവൈൻ ഫങ്ഷൻ ആക്കണ്ട, ഡിവൈൻ കം ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഫുൾ ഫ്രീഡത്തോടെ എല്ലാവരും കഥ പറഞ്ഞ് പാട്ട് പാടി. അവിടെ നമുക്കുണ്ട് 10-60 റൂംസ് ഉണ്ട്. അപ്പം നമുക്കൊരു 10 റൂംസ് എടുത്താൽ തന്നെ നമുക്കായല്ലോ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കോഫി പൗഡർ കൊണ്ടുപോകാം. ഫുഡും നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. മദ്ദളൊന്നും കൊണ്ടുവരണ്ട. പിന്നെ മദ്ദളം മിണ്ടാണ്ടിരുന്നവിടെ മദ്ദളം നമുക്ക് കൂടാം ഈ ജാനുവരിയിൽ തന്നെ ഏതെങ്കിലും ഒരു സൺഡേ. പിന്നെ ആ സമയത്ത് പറ്റാത്തവരാരുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് വരണ്ട, പറ്റാത്തവർ അവിടെ തന്നെ നമുക്ക് കൂടാം. ഓക്കെ, പറ്റാത്തവരുണ്ടെ അമ്പലത്തിൽ വരണ്ട, ഹോട്ടലിൽ വെയിറ്റ് ചെയ്തോ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഫൈൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. സൺഡേ ഏത് സൺഡേ ആണ് അവിടെ ബുക്കിങ്ങിൻ്റെ ഇതുള്ളത് നമുക്കൊന്ന് ചോദിച്ചിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചിട്ട് സാറിനോട് സംസാരിച്ചിട്ട് നമുക്ക് എത്ര രൂപ വരുന്നൊക്കെ ഒന്ന് നോക്കാം. നോക്കിയിട്ടേ നമുക്ക് റൂംസ് നമുക്കൊരു 4 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഒരു റൂമിൽ. 4 3 ഒക്കെ 4 റൂമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1500 2000 രൂപയാണെങ്കിൽ തന്നെ അമുതുങ്ങവേ ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ നിൽക്കാമല്ലോ, അല്ലേ നല്ലത്? ഓക്കെ, ഉള്ളവരൊക്കെ മെസ്സേജ് ഇടട്ടാ. ഇതോ വരപ്പോൾ വരെ. ആ, ഇത് കണ്ടോ കോലം? അമ്മ ഇതോ വരെ, ഒരു നിമിഷം.
നോമിൻ്റെ വീട്ടിലെത്തി. ഓപ്പൺ ടെറസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ? 1 മിനിറ്റ്. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ആയല്ലോ ലൈവ്. അപ്പം ഞാൻ ഓപ്പൺ ടെറസ് കാണിച്ചു തരാം. വെളിച്ചം ഉണ്ടാവുമെന്നറിയില്ല. കാണിച്ചു തരാം. ഇത്രയും മേലോട്ട് എനിക്ക് പോകണ്ട. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ. ഇത് 2nd ഫ്ലോർ. ഇത് ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ വീട്. അയ്യോ ദൈവമേ, വാടക കൊടുത്തിട്ടില്ല. മിണ്ടണ്ട, സൗണ്ട് കേട്ടാൽ ഇപ്പോൾ വരും. അമ്മും കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ഡേറ്റ് 21 10-ാം തീയതി കൊടുക്കേണ്ടത്. വെളിച്ചമില്ല, പക്ഷേ വെളിച്ചമുണ്ടായിരുന്നു, എനിക്ക് കാണാമായിരുന്നു. ഒട്ടും വെളിച്ചമില്ല. കണ്ടോ, ഇതാണ് ഓപ്പൺ ടെറസ്. വെളിച്ചമില്ലാതായിപ്പോയി. നിൽക്കി ഞാനേ ടോർച്ച് അടിച്ച് കാണിച്ചു തരാം. ഒരു ദിവസം പകൽ കാണിക്കാം. ഈ ടെറസ് ഭയങ്കര രസമാണ്. കാണില്ല അല്ലേ? വെറുതെ ഇവിടം വരെ കയറി വന്നു. സാറില്ല, ഞാനേ പകൽ കാണിച്ചു തരാം. നാളെ പകൽ നിങ്ങൾക്ക് ഈ ടെറസ് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ്. പകലാണെങ്കിൽ സുഖമായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മിണ്ടണ്ട, ഹൗസ് ഓണർ കേട്ടാൽ ഇപ്പോൾ ഓടി വരും. 2 സീരിയൽ കാണാം. വാടക എന്നും പറഞ്ഞുകൊണ്ട് വരും. മിണ്ടാണ്ട് പോരെ, മിണ്ടിയ വാടകയും ചോദിച്ചു വരും. ഇതാണ് നോമിൻ്റെ വീട്. ഇവിടെ നിന്നിട്ട് അമ്മുവിൻ്റെ വീടാണ് താഴെ. താഴേക്ക് വിളിച്ചാൽ മതി. കിച്ചൂട്ടനെ കാണിച്ചു തരാം. ഓയ്, மேல துணி இருக்கான்னு பாக்குறதுக்கு. ഭയങ്കര മെസ്സി ആയിരിക്കുന്നു അല്ലേ? പോളാമാ കിച്ചൂട്ടൻ. സൂപ്പർ, നല്ല ഭംഗില്ലേ കിച്ചുപ്പന്നെ? ഇല്ലമ്മ, ഞാൻ ജിമ്മിൽ പോവാ. ഭയങ്കര ഭംഗിയല്ലേ മാല. ബിന്ദുമ്മ എങ്ക? இவ்வளவு நேரம் வந்து தேய்ச்சது அரைச்சு மாதிரி அரைச்சிட்டு இருந்தாங்க. அந்த கிளீன் பண்ணாங்க, மறுபடியும் എന്താ ബിന്ദുമ്മ നിങ്ങൾക്ക്? വിട്, ബിന്ദുമ്മയുടെ ജോലിയാണ് അവിടെ. ബിന്ദുമ്മ ഇതൊക്കെണ്ട. ബിന്ദുമ്മേ ബായ് പറയൂ. ബായ് പറയ്. ആയ് ബായ് പറയണം. ടാറ്റ എല്ലാം പറയാൻ പാടില്ല. ബായ് പറയ്. ഇപ്പൊ ഞാനിപ്പോ കേരളത്തിലേക്ക് വണ്ടി കയറ്റിയത്. പറഞ്ഞോ, അത് ഇവിടെ നോക്കി പറയും. കണ്ണും ഭയങ്കര ബായ് എന്ന് പറയും.